വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. ഇന്ന് നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡ്ഡു തയ്യാറാക്കാം. ഇത് ഓട്സ് ബേസ് ചെയ്താണ് ഞാൻ ഈ ലഡ്ഡു തയ്യാറാക്കുന്നത്. ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 3 ടീസ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ചെറിയ മധുരമുള്ള പാൽപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു 3 ടീസ്പൂൺ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കാഷ്യൂ നട്ടും എടുത്തിട്ടുണ്ട്. 1-2 ടീസ്പൂൺ തേൻ ചേർക്കാം. പിന്നെ കുറച്ച് ഡേറ്റ് സിറപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിന് വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻസ്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു ലഡ്ഡു തയ്യാറാക്കാവുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഓട്സും നട്ട്സും എല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്കതിൽ ഓട്സ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് വേണം ഇത് ചെയ്യാൻ. ഓട്സ് കരിഞ്ഞു പോകാൻ പാടില്ല. ചെറുതായിട്ടൊരു മണം വരുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓട്സ് റോസ്റ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റ് വേണ്ടി വരും. വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് തയ്യാറാക്കാനായിട്ട്. നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് തുടരെ ഇളക്കി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലൊരു മണം വരും. അത് വരുന്നവരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓട്സ് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ കാഷ്യൂ നട്ടും പൊട്ടുകടലയും നമുക്ക് ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് കളർ മാറ്റേണ്ട കാര്യമില്ല. ചെറുതായിട്ട് ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഏകദേശം 2-3 മിനിറ്റ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂ നട്ടും പൊട്ടുകടലയും നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓട്സിൻ്റെ കൂടെ ചേർത്ത് ഒരു മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഓട്സും കാഷ്യൂ നട്ടും പൊട്ടുകടലയും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ചൊരു ടേസ്റ്റ് വരാനായിട്ട് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് നെയ്യോ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല. നമുക്ക് ലഡ്ഡു ഉരുട്ടിയെടുക്കാനായിട്ട് ഒരു ഈർപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ് സിറപ്പും തേനും ചേർക്കുന്നത്. ഇപ്പം വീട്ടിൽ ഡേറ്റ് സിറപ്പ് ഇല്ലാത്തവർക്ക് ഇത് മൊത്തമായിട്ടും തേൻ തന്നെ ഉപയോഗിച്ച് തയ്യാറാക്കാവുന്നതാണ്. ഡേറ്റ് സിറപ്പ് ഉള്ളവർക്ക് തേൻ ഒഴിവാക്കുകയും ചെയ്യാം. രണ്ടും കൂടെ ചേർത്ത് വേണമെങ്കിലും തയ്യാറാക്കാം. ഇത് നമുക്കൊരു ഈർപ്പം കിട്ടുന്ന രീതിയിലായിട്ട് രണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ ഡേറ്റ് സിറപ്പും ഒരു 2 ടീസ്പൂൺ തേനും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നന്നായിട്ട് നമുക്കൊരു ഈർപ്പം കിട്ടുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ലൂസാക്കുകയും വേണ്ട. അത്യാവശ്യം ഒരു ടൈറ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം. കുറച്ച് ഡേറ്റ് സിറപ്പും കൂടെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാൻ ഈ കാഷ്യൂ നട്ടും ഓട്സും എല്ലാം വളരെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല. കുറച്ച് കോൾസായിട്ടാണ് പൊടിച്ചെടുത്തേക്കുന്നത്. അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിങ്ങനെ ചെറുതായിട്ട് ബോൾസ് ആയിട്ട് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇത് തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. കുട്ടികൾക്കായാലും ഇത് നല്ല ഹെൽത്തിയാണ്. നമ്മൾ സ്ഥിരം കൊടുക്കുന്ന പഞ്ചസാര ചേർത്ത് തയ്യാറാക്കുന്ന ലഡ്ഡുവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇങ്ങനത്തെ ലഡ്ഡുകളും കൂടെ തയ്യാറാക്കാം. ഷുഗർ പേഷ്യൻസിന് വേണമെങ്കിലും ഈ ലഡ്ഡു കഴിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു ലഡ്ഡു തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം.
എല്ലാ ലഡുവും ഇതുപോലെ ഉരുട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ലഡുവാണ്. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കുകയും ചെയ്യാം. ഇതെല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ പരീക്ഷിക്കുക. ഈ ലഡുവിനെ കുറിച്ചുള്ള കമൻസ് എനിക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.